ലോകത്തെ സംരക്ഷിക്കാനും സന്തുലിതാവസ്ഥ നിലനിർത്താനും ഭഗവാൻ ശിവന് നിരവധി അവതാരങ്ങളുണ്ട്. ഈ അവതാരങ്ങൾ ശിവന്റെ വ്യത്യസ്ത വശങ്ങൾ കാണിക്കുന്നു. ചിലപ്പോൾ തിന്മയെ നശിപ്പിക്കാൻ ഉഗ്രൻ, ചിലപ്പോൾ ആളുകളെ സഹായിക്കാൻ ശാന്തനും ദയയുള്ളവനുമാണ്. ഒന്ന് പിത്രാത്, ദുഷ്ടഗ്രഹ സ്വാധീനങ്ങളിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കാൻ ജനിച്ചു, പ്രത്യേകിച്ച് ശനിയിൽ നിന്ന്. രണ്ട് നന്ദി, ശക്തിയെയും ഭക്തിയെയും പ്രതീകപ്പെടുത്തുന്ന ദിവ്യകാളയായി, ശിവന്റെ വിശ്വസ്തനായ കുതിരയും ദ്വാരപാലകനുമായ ഒരു കാളയായി പ്രത്യക്ഷപ്പെടുന്നു. മൂന്ന് വീരഭദ്രൻ, സതിയുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യാനും ധർമ്മം പുനഃസ്ഥാപിക്കാനും ശിവന്റെ കോപത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഉഗ്രനായ യോദ്ധാവ്. നാല് ഭൈരവൻ, ധർമ്മത്തിന്റെ ഭയാനകമായ സംരക്ഷകൻ, അജ്ഞതയും അഹങ്കാരവും നശിപ്പിക്കുന്നവൻ. അഞ്ച് അശ്വത്ഥാമാവ്, മഹാഭാരതത്തിലെ ശക്തനായ യോദ്ധാവ്, ദ്രോണാചാര്യരുടെ മകൻ, ശിവന്റെ അനുഗ്രഹങ്ങൾ വഹിക്കുന്നു. ആറ് ശരഭൻ, വിഷ്ണു അവതാരമായ നരസിംഹത്തെ കീഴടക്കിയ ഭാഗികമായി സിംഹവും ഭാഗികമായി പക്ഷിയും മനുഷ്യനുമായ ഒരു സംയുക്ത ജീവി. ഏഴ് ഗൃഹപതി, ഗാർഹിക കർത്തവ്യങ്ങളെയും നീതിനിഷ്ഠയുടെ പുണ്യത്തെയും പ്രതീകപ്പെടുത്തുന്നു. എട്ട് ദുർവാസ, നിയന്ത്രണത്തിന്റെയും വിനയത്തിന്റെയും പ്രാധാന്യം പഠിപ്പിക്കുന്ന അതിശക്തമായ കോപത്തിന് പേരുകേട്ട ഒരു മുനി. ഒമ്പത് വൃഷഭൻ, സമുദ്ര മഥനത്തിൽ ദേവന്മാരെ സഹായിക്കാൻ ഒരു കാളയായി പ്രത്യക്ഷപ്പെടുന്നു. 10 യതിനാഥ്, ആത്മീയ തപസ്സിലും ത്യാഗത്തിലും അന്വേഷകരെ നയിക്കാൻ അവതാരകനായി. 11 യക്ഷേശ്വരൻ, സമുദ്രമന്ഥത്തിനു ശേഷം എളിമയുള്ള അഭിമാനികളായ ദേവന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, എളിമയുടെ പാഠം പഠിപ്പിക്കുന്നു. 12 അവധൂത്, ഇന്ദ്രന്റെ അഹങ്കാരത്തെ താഴ്ത്തി എളിമയുടെ മൂല്യം ഓർമ്മിപ്പിക്കുന്നു. 13 ഭിക്ഷുവര്യൻ, ഒരു ഭിക്ഷുവായി പ്രത്യക്ഷപ്പെട്ടു, ആശയക്കുഴപ്പത്തിലായ ഒരു കുട്ടിയെ രക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. 14 സുരേശ്വരൻ, ഭക്തനായ ഉപമന്യുവിനെ പരീക്ഷിക്കാനും അനുഗ്രഹിക്കാനും ഇന്ദ്രനായി വേഷം മാറി. 15 കിരാതേശ്വരൻ, അർജുനന്റെ വീര്യവും ഭക്തിയും പരീക്ഷിക്കാൻ ഒരു വേട്ടക്കാരനായി പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് അർജുനന് പശുപത അസ്ത്രം സമ്മാനിച്ചു. 16 സുന്ദരനൃത്തൻ, നർത്തക രൂപം, മനോഹരമായ നൃത്തത്തിലൂടെ ശിവനുമായുള്ള വിവാഹത്തിന് പാർവതിയുടെ പിതാവായ ഹിമാലയത്തിന്റെ അംഗീകാരം നേടി. 17 ബ്രഹ്മചാരി, ഒരു ബ്രഹ്മചാരി എന്ന നിലയിൽ പാർവതിയെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് മുമ്പ് അവളുടെ ഭക്തി പരീക്ഷിച്ചു. 18 മണിഭദ്രൻ, ഭക്തരുടെ സംരക്ഷകൻ, യാത്രകളിൽ സുരക്ഷയ്ക്കായി പലപ്പോഴും വിളിക്കപ്പെടുന്നു. 10 കൃഷ്ണദർശനം, ആത്മീയ ആചാരങ്ങളും ത്യാഗവും പഠിപ്പിച്ചു.